കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായിക്ക് ശമ്പളം നൽകാനുള്ള തീരുമാനത്തിനെതിരെ മുൻ രജിസ്ട്രാർ NR ഗ്രാമപ്രകാശ്. മല്ലിക സാരാഭായിക്ക് ശമ്പളം നൽകുന്നത് ഒരു പണിയും എടുക്കാതെയാണ്. ഇപ്പോൾ 2 ലക്ഷം നൽകാനുള്ള സർക്കാർ നീക്കം തെറ്റാണ്. മല്ലിക സാരാഭായിയേക്കാൾ യോഗ്യത ഉള്ളവരെ സർക്കാർ പരിഗണിച്ചില്ല എന്നും ഗ്രാമപ്രകാശ് പറഞ്ഞു. അങ്ങനെ കൂട്ടിത്തരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ശമ്പള ഇനത്തിൽ 2 ലക്ഷം രൂപ കൊടുക്കുന്നത്? അപ്പോൾ ആ നോൺ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഈ 2 ലക്ഷം കൂടെ മാസം കൊടുക്കേണ്ടി വരിക. അപ്പോൾ അവിടുത്തെ ജീവനക്കാർ ആ കലാമണ്ഡലത്തിൽ പഠിച്ച ഏകദേശം 40ഓളം അധ്യാപകരെ ഈ തവണ എടുക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പാവപ്പെട്ട ജീവനക്കാർ, പാവപ്പെട്ട കലാകാരന്മാർ കഞ്ഞി കുടിച്ച് കഴിയേണ്ട പണമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു സെലിബ്രിറ്റിക്ക് വേണ്ടി സർക്കാർ ചെലവാക്കേണ്ടി വരും. തീർച്ചയായും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു തെറ്റാണ്. മുന്നാലോചന ഇല്ലാതെ ഒരു തീരുമാനമായിട്ടാണ് എനിക്കതിനെ തോന്നുന്നത്. കിരൺ കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. കിരൺ, വലിയ തോതിലുള്ള പ്രതികരണം പലതും പുറത്തു വരുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു ആഴം മനസ്സിലാകുന്നത് കൂടുതലായി. ഇപ്പോൾ ഈ മുൻ രജിസ്ട്രാർ പറയുന്ന കാര്യങ്ങൾ തന്നെ അതിൽ നിന്ന് നമുക്ക് വ്യക്തവുമാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം? വീണ, മല്ലിക സാരാഭായിക്ക് ചാൻസലർ എന്ന നിലയിൽ, കലാമണ്ഡലത്തിന്റെ ചാൻസലർ എന്ന നിലയിൽ മാസം 2 ലക്ഷം രൂപ വീതം അനുവദിച്ചുകൊണ്ട് മുൻകാല പ്രാബല്യത്തിലൂടെ പണം നൽകാനായിട്ടുള്ള തീരുമാനത്തിനെതിരെ ഈ കലാമണ്ഡലത്തിലെ മുൻ രജിസ്ട്രാർ അടക്കമുള്ള ആളുകൾ രംഗത്തേക്ക് എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ മല്ലിക സാരാഭായിക്ക് ഒരു പണിയും എടുക്കാതെയാണ് ഇത്തരത്തിൽ പണം നൽകുന്നത് എന്നുള്ളൊരു ആരോപണം തന്നെയാണ് ഈ മുൻ രജിസ്ട്രാർ NR ഗ്രാമപ്രകാശ് അടക്കം ഉന്നയിക്കുന്നത്. ഇവർക്ക് ചാൻസലർ എന്ന നിലയിൽ വലിയ പ്രവർത്തനങ്ങളൊന്നും തന്നെയില്ല. മാത്രവുമല്ല, ഇവർ ചാൻസലർ പദവി ഏറ്റെടുത്തതിന് ശേഷം തന്നെ വലിയ രീതിയിലുള്ള ഇടപെടലുകളൊന്നും തന്നെ കലാമണ്ഡലത്തിന്റെ പുരോഗതിക്കായിട്ട് ഇതുവരെ നടത്തിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് പണം നൽകാനായിട്ട് പോകുന്നു എന്നത് വലിയൊരു വീഴ്ച തന്നെയാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ തന്നെ ഇദ്ദേഹം അടക്കമുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഈ കലാമണ്ഡലവുമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, മല്ലിക സാരാഭായിയേക്കാൾ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ പരിഗണിക്കപ്പെടേണ്ടതായിട്ടുള്ള നിരവധി കലാകാരന്മാരുണ്ട്. കലാമണ്ഡലം ഗോപിയാശൻ അടക്കമുള്ള ആളുകൾ പുറത്തു നിൽക്കുകയാണ്. ഇവരെയൊക്കെ ചാൻസലർ പദവിയിലേക്ക് ഉയർത്തേണ്ടതാണ് അല്ലെങ്കിൽ അവരെ കൊണ്ടുവരേണ്ടതാണ് എന്നുള്ളൊരു ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ്. എന്നാൽ ഇതെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ടാണ് ചില പ്രത്യേക പരിഗണനയുടെ പേരിൽ മല്ലിക സാരാഭായിയെ ചാൻസലറായിട്ട് നിയമിക്കാനായി സർക്കാർ തീരുമാനിച്ചിരുന്നത്. ഈ നീക്കത്തിനെതിരെ നേരത്തെ തന്നെ ഇവരെല്ലാം തന്നെ പ്രതിഷേധം ഉയർത്തിയിരുന്നതാണ്. എന്നിരുന്നാൽ പോലും പിന്നീട് ചാൻസലറാക്കുകയും ഈ ചാൻസലർക്ക് അധികമായിട്ടുള്ള ശമ്പളങ്ങളൊന്നും തന്നെ നൽകേണ്ടതില്ല എന്നുള്ളൊരു ഉറപ്പായിരുന്നു അന്ന് സർക്കാർ നൽകിയിരുന്നത്. എന്നാൽ അന്നത്തെ ഉറപ്പിനെ മറികടന്നുകൊണ്ട് ഇപ്പോൾ മുൻകാല പ്രാബല്യത്തിലൂടെ പണം നൽകാനായിട്ടുള്ള ഒരു തീരുമാനത്തിനെ ഏതായാലും ഇദ്ദേഹം അടക്കമുള്ള അംഗങ്ങൾ എതിർത്തുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. 2 വർഷമായി ഇവരെ ചാൻസലർ പദവിയിലേക്ക് നിയോഗിച്ചിട്ട്, അതുകൊണ്ട് തന്നെ ഈ 2 വർഷത്തെ പണം നൽകുമ്പോൾ ഏകദേശം 50 ലക്ഷത്തോളം രൂപയാണ് ഇവർക്ക് നൽകേണ്ടി വരിക. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ കലാമണ്ഡലത്തിലെ ജീവനക്കാരടക്കം നിരവധി പേർക്ക് ശമ്പളം കിട്ടാത്തതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഏകദേശം 40ഓളം അധ്യാപകരാണ് കഴിഞ്ഞ കുറേ നാളുകളായി ശമ്പളം മുടങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ. മാത്രവുമല്ല, സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവർ സിൻഡിക്കേറ്റ് യോഗത്തിനൊക്കെ പലപ്പോഴും എത്തിയ സമയത്തുള്ള അവരുടെ യാത്രാ ചെലവുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ മുടങ്ങിക്കിടക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിൽ മല്ലിക സാരാഭായിക്ക് പണം നൽകാനായിട്ടുള്ള ഒരു തീരുമാനം, അത് കലാമണ്ഡലത്തിലെ കൂടുതലായി തന്നെ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് പിടിച്ചുവിടുന്നതാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും ഇദ്ദേഹം അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവരുടെ എല്ലാം പ്രതിഷേധം മറികടന്നുകൊണ്ടായിരുന്നു ആദ്യം ഈ ചാൻസലറായിട്ട് മല്ലിക സാരാഭായിയെ നിയോഗിച്ചത്. ഒരു കലാകാരി, ഭരതനാട്യ കലാകാരി എന്നതിനപ്പുറത്തേക്ക് അധികമായിട്ടുള്ള ഒരു കാര്യവും ഇവർക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായിരുന്നു. ഇവർ ദർപ്പണ എന്നുള്ളൊരു ഇവരുടെ അക്കാഡമിയുണ്ട്. ഈ അക്കാഡമിക്ക് വേണ്ടി നേരത്തെ ഗുജറാത്തിൽ സ്ഥലം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അന്ന് ഇവരെ നരേന്ദ്രമോദി സർക്കാർ ഇവർക്ക് സ്ഥലം അനുവദിച്ചില്ല എന്നതിൻ്റെ കാരണത്താൽ ഇവർ പിന്നീട് മോഡി വിരുദ്ധത പ്രകടിപ്പിച്ചു. ഇതിൻ്റെ പേരിലാണ് ഇവരെ കൊണ്ടുവരാൻ, അതായത് കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗം മാത്രമായിരുന്നു മല്ലിക സാരാഭായിയെ ചാൻസലറായിട്ട് നിയമിക്കാനായിട്ടുള്ള ഒരു തീരുമാനം എന്നുള്ളൊരു കാര്യം തന്നെയാണ്
എൻആർ ഗ്രാമപ്രകാശിനെ പോലെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇവർ ഒരു ലെഫ്റ്റ് അല്ലെങ്കിൽ ഇടതുപക്ഷം പിന്തുണക്കുന്നതിന് വേണ്ടിയുള്ള തരത്തിൽ ഇവരൊരു ഇടതുപക്ഷ സഹയാത്രിക ഒന്നും തന്നെയല്ല, മോഡി വിരുദ്ധത എന്നത് മാത്രമായിരുന്നു ഇവർക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള ഒരു കാര്യം. ഈ ഒരു കാര്യം മാത്രം പരിഗണിച്ചുകൊണ്ട് മറ്റ് കലാകാരന്മാരെ എല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചാൻസലർ പദവിയിലേക്ക് കൊണ്ടുവന്നത്. ഏതായാലും ഇപ്പോൾ ഈ പണം നൽകാനായിട്ടുള്ള തീരുമാനം അത് വലിയ രീതിയിൽ തന്നെ കലാമണ്ഡലത്തിന് തിരിച്ചടിയാകും എന്നുള്ളൊരു കാര്യം കൂടിയാണ് മുൻ രജിസ്ട്രാർ അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശരി കിരൺ.